ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇതുവരെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളിനെ കുറിച്ചും അതുപോലെ തന്നെ പാർട്സിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസ് നമുക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് 470ഓളം ആർട്ടിക്കിൾസാണുള്ളത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രം നോക്കാം. ആർട്ടിക്കിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു നിയമമാണ് ആർട്ടിക്കിൾ. ആ നിയമങ്ങളുടെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നിലധികം ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അനുച്ഛേദം, അതിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ആർട്ടിക്കിൾ 1 എന്താണെന്ന് നോക്കാം. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് യൂണിയൻ, അതായത് ഇന്ത്യയുടെ നമ്മളുടെ എന്ന മഹാരാജ്യം, ഇന്ത്യയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഇന്ത്യ എന്നും ഹിന്ദിയിലുള്ള പേര് ഭാരത് എന്നുമാണ്, അല്ലേ? ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് പരാമർശിച്ചിരിക്കുകയാണ് ഈ ആർട്ടിക്കിൾ 1. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ടെറിട്ടറീസ്, അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നിരിക്കുകയാണ്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ആർട്ടിക്കിൾ 3, ന്യൂ സ്റ്റേറ്റ്സ് ഫോർമേഷൻ, അൾട്ടറേഷൻ ഓഫ് ബൗണ്ടറീസ് എക്സെട്ര. അതായത് രാജ്യത്ത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം തെലങ്കാന ആന്ധ്രയിൽ നിന്ന് വിഭജിച്ച് രൂപീകരിച്ചാണ് തെലങ്കാന. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കണമെങ്കിൽ അതിൻ്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്, എങ്ങനെ ആ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്തണം എന്ന് പരാമർശിക്കുന്ന നിയമമാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 3. അടുത്തതാണ് ആർട്ടിക്കിൾ 13, ലോസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഓർ ഇൻ ഡിറോഗേഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ ചില അവകാശങ്ങൾ, ചില മൗലിക അവകാശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം നമ്മളുടെ ഈ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ഏതെങ്കിലും കാര്യങ്ങൾ പഴയതുമായിട്ട് ബന്ധപ്പെട്ട് പൊരുത്തപ്പെടുമ്പോൾ നിലവിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആണ് എങ്കിൽ അവയെല്ലാം എന്താണ്, ക്യാൻസൽ ചെയ്തിരിക്കും, ഇല്ല, അവയില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ. നമുക്കറിയാം നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും തുല്യത എന്നുള്ളതാണ്, റൈറ്റ് ടു ഇക്വാലിറ്റി നമ്മൾ പറയും. അടുത്തത് 15, ആർട്ടിക്കിൾ 15, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, വിവേചനം, അല്ലേ? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്താണ്, ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ഇതിൻ്റെയൊക്കെ പേരിലുള്ള വിവേചനങ്ങളെ ഇല്ലായ്മ ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് 16, ഇക്വാലിറ്റി ഇൻ കേസ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. നമുക്കറിയാം ഓപ്പർച്യൂണിറ്റി, അല്ലേ? അവസരങ്ങൾ, ഗവൺമെൻറ് സർവീസുകളിലും മറ്റുമുള്ള അവസരങ്ങൾ, അതിൻ്റെ സമത്വം. അടുത്ത 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ഇത് നിലവിലില്ല. പണ്ട് ഈ താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതി ക്ലാസിഫിക്കേഷനിലുള്ള ആളുകളുടെ മുന്നിൽ വരാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള പല നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം അതിനെ അബോളിഷ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 17. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൗലിക ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻറ്റും ചോദിക്കുന്നതാണ്. ഇതൊക്കെ അതേ രീതിയിൽ പഠിച്ചു വെക്കണം. അടുത്തതാണ് 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയുള്ള ആളുകളിൽ ചില രാജാക്കന്മാരും മഹാരാജാക്കന്മാരും അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഉയർന്ന കാസ്റ്റിലുള്ള ആളുകളുടെയൊക്കെ പേരിനോട് ചേർത്ത് ഈ ടൈറ്റിൽസ് വിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അബോളിഷ് ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാവർക്കും സമത്വം, ഒരുപോലെ ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആര് തന്നെ ആയാലും അവർക്ക് തുല്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ടൈറ്റിൽസ് എല്ലാം മാറ്റുക എന്നുള്ളതാണ്. അടുത്തതാണ് ആർട്ടിക്കിൾ 19, പ്രൊട്ടക്ഷൻ ഓഫ് സെർട്ടൈൻ റൈറ്റ്സ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം നമ്മൾ പറയപ്പെടുന്നത്, അതായത് നമുക്ക് ഒരു പൗരന് എന്ത് കാര്യങ്ങൾ ചെയ്യാനും അവന് ഫ്രീഡമുണ്ട്. അവൻ്റെ ഇഷ്ടത്തിന് ഉള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടത്തിന് എവിടെയും പോകാം, ഇങ്ങനെയുള്ള റൈറ്റ് ടു ഫ്രീഡം. അപ്പോൾ അത് അതിനെ പരാമർശിക്കുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 19. അടുത്ത ഒരു ആർട്ടിക്കിളാണ് ഇമ്പോർട്ടൻ്റ്, 19A. അതായത് 19A എന്നത് പിന്നീട് അവിടെ ഇൻസേർട്ട് ചെയ്തതാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതായത് നമ്മൾക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന്, ആവിഷ്കാര സ്വാതന്ത്ര്യം, നമുക്കെന്ത് ഏതൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് അഭിപ്രായം പറയാം.
അടുത്തത് 19B റൈറ്റ് ടു പീസ്ഫുൾ അസംബ്ലി, അതായത് സമാധാനപരമായി കൂട്ടം കൂടുവാൻ, വിവാഹങ്ങളൊക്കെ ഇല്ലേ, വിവാഹങ്ങളെ, അമ്പലത്തിലെ പരിപാടികളെ, അല്ലെ മറ്റേതെങ്കിലും സ്പിരിച്വൽ പ്രോഗ്രാമുകളെ, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമാധാനപരമായിട്ടുള്ള കൂട്ടായ്മ, അതിനുള്ള അവകാശം. അടുത്തത് 19C ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടിക്കുന്നതിനുള്ള അവകാശം, സംഘടനകൾക്ക് ഒക്കെയുള്ള. അടുത്തത് 19D റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് അങ്ങനെ എങ്ങനെയും നമുക്ക് മൂവ് ചെയ്യാം, അതിനുള്ള അധികാരം നമുക്ക് നൽകുന്നത് 19D ആണ്. അടുത്ത 19E ഫ്രീഡം ഓഫ് സെറ്റിൽമെൻറ്റ് ആൻഡ് റെസിഡൻസ്, നമുക്ക് എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി താമസിക്കാം, അവിടെ നമുക്ക് സെറ്റിലാകാം, എക്സെപ്റ്റ് എവിടെയാണ്, ജമ്മു ആൻഡ് കാശ്മീർ. അവിടുത്തെ ആർട്ടിക്കിൾ 370 പ്രകാരം അവിടെ സിറ്റിസൺഷിപ്പ് നമുക്ക് എല്ലാവർക്കും കിട്ടിയില്ല. അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കണമെങ്കിൽ മിനിമം 15 കൊല്ലം സർവീസ് ചെയ്യണം. കുട്ടികളാണെങ്കിൽ അവർ 10ാം ക്ലാസ്, +1 +2 അവിടെ പഠിച്ച് അതിനുശേഷം അവർക്ക് 7 വർഷമെങ്കിലും അവിടെ താമസിച്ചുള്ള പരിചയം വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും സെറ്റിൽമെൻ്റ് ആകാം, ജോലി ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. അടുത്ത നെക്സ്റ്റ് 19F ഉണ്ടായിരുന്നതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി. നമ്മൾക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആദ്യം ഉണ്ടായിരുന്നതാണ്. അത് പിന്നീട് ഭരണഘടന ഭേദഗതി ചെയ്ത് ഈ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തു, റദ്ദ് ചെയ്തിരിക്കുന്നതാണ്, റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതിന് പകരം ആ ഒരു 19F എന്ന, അല്ലെങ്കിൽ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഒരു അവകാശം, ഒരു കാര്യം, അത് ആർട്ടിക്കിൾ 300A മാറ്റിയിട്ടുണ്ട്. അപ്പം 300A ഒരു അവകാശമല്ല, എന്നാൽ അവർക്ക് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി അവർക്ക് സ്വരൂപിക്കാം, അല്ലെ ഉണ്ടാക്കാം. പക്ഷേ അത് നിയമം അനുശാസിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ. അടുത്ത ഒരു ഇതാണ് 19G ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, ഒക്കുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. അതായത് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം, ഏത് പ്രൊഫഷൻ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം, ഏത് ബിസിനസ് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം, അത് അനുശാസിക്കുന്നതാണ്. അടുത്തത് 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, നമ്മുടെ ജീവിതത്തിനും സ്വത്തിനും ഒക്കെയുള്ള എന്താണ് അതിനുള്ള അവകാശം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നമുക്ക് നമ്മളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഉള്ള അവകാശമാണ്. അടുത്ത 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, നമുക്ക് എത്ര വേണേലും എവിടെ വേണേലും നമുക്ക് പഠിക്കാം, ആ രീതിയിലുള്ള. അടുത്ത 23 ആർട്ടിക്കിൾ 23 ആണ് പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അതായത് നമ്മൾ മനുഷ്യക്കടത്തെന്ന് കേട്ടിട്ടില്ലേ, മനുഷ്യക്കടത്ത് നടത്തുക, അതായത് ആളുകളെ നിർബന്ധിച്ച് ഒരു ജോലി ചെയ്യിക്കുക, ഒന്നിച്ചൊരാളെ ഒരു ജോലിക്ക് വേണ്ടി കടത്തിക്കൊണ്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസാണ്. ഇത് വളരെയെല്ലാം പഠിച്ചു വെക്കണം. അടുത്ത 24 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ നമുക്കറിയാം, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുക, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഇതാണ് ആർട്ടിക്കിൾ 24 അനുശാസിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 25 ഫ്രീഡം ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഫ്രീലി. അതായത് നമുക്ക് ഏതൊരു മതത്തിലും വിശ്വസിക്കുകയും നമുക്ക് ആ മതത്തിൻ്റെ പ്രചാരം നമുക്ക് നടത്തുകയും ചെയ്യാം, അതിനുള്ള അവകാശമാണ്. അടുത്ത 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ന്യൂനപക്ഷങ്ങൾ എന്ന് കേട്ടില്ലേ, ന്യൂനപക്ഷങ്ങൾ അതായത് സമൂഹത്തിൽ ഏറ്റവും കുറവ് അളവിലുള്ള മതവിഭാഗക്കാർ, അതാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൈനോറിറ്റീസിൻ്റെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക അതുവേണ്ടി. അടുത്ത ആർട്ടിക്കിൾ 32 റെമഡീസ് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡിങ് റിട്സ്. നമുക്കറിയാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ മൗലിക അവകാശങ്ങളിൽ എന്തെങ്കിലും ധ്വംസനങ്ങൾ വരിക, അല്ലെങ്കിൽ അതിനെ ഹനിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ചാൽ
കോടതി അതിന് വേണ്ടുന്ന റിട്ടുകൾ പുറപ്പെടുവിക്കും, റെമഡീസ്, അവർക്കെതിരെയുള്ള ആക്ഷൻ നമുക്ക് എടുക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട 5 റിട്ടുകളാണ് മൗലിക ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ നൽകാവുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ക്രിമിനൽ കോഡ് ആൻഡ് സിവിൽ കോഡ്. ക്രിമിനൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ അതാര് തന്നെ ആയാലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും അവർക്ക് ഒരു നിയമം തന്നെയായിരിക്കും, അവർക്ക് ഒരു രീതിയിലുള്ള ശിക്ഷയായിരിക്കും. ആര് തന്നെ ആണായാലും പെണ്ണായാലും, ഇനി ഉയർന്ന ജാതിയാണെങ്കിലും താഴ്ന്ന ജാതിയാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും. അതുപോലെ തന്നെ സിവിൽ നിയമങ്ങൾ, അതായത് നമ്മളുടെ സ്വത്ത്, വിവാഹം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സിവിൽ കേസുകൾ എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെയുള്ള സിവിൽ കേസുകൾ എല്ലാ മതസ്ഥർക്കും വ്യത്യസ്തങ്ങളാണ്. ഇപ്പം വിവാഹം അല്ലെ സ്വത്തവകാശം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പലരുടെയും പല രീതിയിലാണ്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലൊന്നാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വേറൊരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ വിവാഹമാണേലും എല്ലാ കാര്യങ്ങളും സിവിൽ പരമായിട്ടുള്ള സിവിൽ കേസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും തുല്യത കൊണ്ടുവരിക. അതിന് ജാതി മത അല്ലെ മറ്റ് സംസ്ഥാന ഇങ്ങനെയുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങളില്ലാതെ ഒരേ രീതിയിലുള്ള, എങ്ങനെയാണോ ക്രിമിനൽ കേസുകൾ ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെ സിവിൽ കേസുകളും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്തതാണ് ആർട്ടിക്കിൾ പ്രധാനപ്പെട്ട 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അതായത് ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേഷനാണ്. നമുക്കറിയാം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യയുടെ അല്ലെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലെജിസ്ലേഷനാണ്, അതായത് നിയമനിർമ്മാണമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമങ്ങളെ നടപ്പിലാക്കുന്നവരാണ് എക്സിക്യൂട്ടീവ്സ്, അതായത് മന്ത്രിമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട IAS IPS ആ രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ, എക്സിക്യൂട്ടീവ്സ്. നമ്മുടെ ഗവർണർ, പ്രസിഡൻറ്റ്, ഇവരെല്ലാം എക്സിക്യൂട്ടീവ്സിൽ വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ നിയമങ്ങൾ എല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതാണ് ജുഡീഷ്യറി. അപ്പോൾ ഈ ജുഡീഷ്യറിയെ ഈ 2 ഭാഗത്തിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു, മാറ്റപ്പെടുത്തി, സെപ്പറേഷനാണ്. അപ്പോൾ നമുക്കറിയാം ജുഡീഷ്യറിയിലെ എക്സിക്യൂട്ടീവിന് സ്വാധീനമുണ്ട്. നിയമങ്ങൾ നടപ്പിലാക്കേണ്ട വ്യക്തികൾക്ക് കോടതിയുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എങ്കിൽ ആ നിയമങ്ങൾ എവിടെയെങ്കിലും നടപ്പാക്കപ്പെടുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിയെ ഇവരിൽ നിന്നെല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ 50. അടുത്തത് 51 പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അതായത് നമ്മൾ ലോകത്തിൻ്റെ ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര സമാധാനത്തും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും സുരക്ഷ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ എപ്പോഴും ഇന്ത്യ പ്രൊമോട്ട് ചെയ്യണം. നമ്മളൊരു യുദ്ധമാണെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കത്തില്ല, അല്ലെ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറി നമ്മൾ ക്രോസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അന്താരാഷ്ട്ര സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 51. അത് അടുത്ത നെക്സ്റ്റ് 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത് 51A എന്നത് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്താണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമുക്ക് ഫണ്ടമെൻ്റൽ ഒരു പൗരന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് റൈറ്റുകൾ, അവകാശങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചും നമുക്ക് നൽകണം. അതിനാണ് മൗലിക കടമകൾ എന്ന് പറയും. ഒരു പൗരൻ ഒരു രാജ്യത്തോട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 11 മൗലിക കടമകളാണ് ഉള്ളത്. നമ്മളെ ഫ്ലാഗിനെ ബഹുമാനിക്കണം, നാഷണൽ അന്തത്തെ ബഹുമാനിക്കണം, ഈ വക കാര്യങ്ങളെല്ലാം അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അടുത്തത് 72 പവർ ഓഫ് പ്രസിഡൻറ്റ് ടു ഗ്രാൻഡ് പാർഡൺ എക്സെട്ര. അതായത് ഒരു പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു കോടതി വിധിച്ച ഒരു ശിക്ഷ അത് ഇളവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു ആളെ അവർക്ക് ആ കുറ്റം കുറച്ച്, അല്ലെങ്കിൽ അവർക്ക് ദയാഹർജി നൽകി കഴിഞ്ഞാൽ അവർക്ക് അതിന് ദയ നൽകുന്ന ഒരു സാഹചര്യം. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഇങ്ങനെയുള്ള പവറുകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അടുത്ത 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ലോ ഓഫീസറാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമകാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഓഫീസറാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ അറ്റോർണി ജനറൽ അദ്ദേഹത്തിന് ലോക്സഭയിൽ
പങ്കെടുക്കാൻ ലോക്സഭയിൽ വരാനെ കൊണ്ടുള്ള അധികാരമുണ്ട്. പക്ഷെങ്കിൽ വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തിലെ കാര്യക്രമങ്ങളിൽ പങ്കെടുക്കാനോ സാധിക്കുകയില്ല. അടുത്ത ഇതാണ് 78, ആർട്ടിക്കിൾ 78, ഡ്യൂട്ടീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 78. അടുത്തതാണ് ആർട്ടിക്കിൾ 85, 85, സെഷൻസ് ഓഫ് പാർലമെൻറ്റ്, പ്രോറഗേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പാർലമെൻറ്റിൻ്റെ സെഷൻസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഒക്കെ സെഷൻസ് എങ്ങനെയായിരിക്കണം, ഒരു സെഷൻസിന് ഇടയ്ക്ക് 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പുകൾ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പരാമർശിക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ ലോക്സഭയുടെയും രാജ്യസഭയുടെയും അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സെഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. അടുത്ത 93, ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ സ്പീക്കറിൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെയും ഡ്യൂട്ടികളെക്കുറിച്ച്, ചുമതലകളെക്കുറിച്ച് പരാമർശിക്കുന്നു. അടുത്ത ആർട്ടിക്കിൾ 100, വോട്ടിംഗ് ഇൻ ഹൗസസ്. അതായത് ഈ പാർലമെൻറ്റുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, ആ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി ഇരു സഭകളിലുമുള്ള വോട്ടിംഗ് രീതി എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. അടുത്തത് ആർട്ടിക്കിൾ 105, പവേഴ്സ്, പ്രിവിലേജസ് എക്സെട്ര ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. ഒരു എം പിമാരുടെ, രാജ്യസഭയുടെയും ലോക്സഭയുടെയും എം പിമാരുടെ പവർ, എന്തൊക്കെ പവറുകളാണ്, അവരുടെ പ്രിവിലേജസ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 105. അടുത്ത 106, സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. അപ്പം ഈ പാർലമെൻറ്റ് എം പിമാരുടെ സാലറിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 106. അടുത്ത 108, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് ഈ ഇരു സഭകളുടെയും, ലോക്സഭയുടെയും രാജ്യസഭയുടെയും ജോയിൻറ്റ് സിറ്റിങ്സ് വിളിക്കാറുണ്ട്. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമായിരിക്കും. അടിയന്തര പ്രാധാന്യമുള്ള ചില ബില്ലുകൾ അടിയന്തരമായി പാസ്സാക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ജോയിൻറ്റ് സെഷൻസ് വേണ്ടിയാണ്. ജോയിൻറ്റ് സെഷൻസ് എന്ന് പറഞ്ഞാൽ, ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും ചേർന്നുള്ള, രണ്ടിൻ്റെയും ചേർന്നുകൊണ്ടുള്ള ഒന്നിച്ചുള്ള സെഷൻസ്. അടുത്തത് ആർട്ടിക്കിൾ 109ഉം 110ഉം 109ഉം 110ഉം മണി ബിൽസാണ്. മണി ബിൽസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ബില്ലുകളാണ്. അടുത്തത് അതിൽ ഈ പറയുന്ന 109, 110 എങ്ങനെയാണ് ഒരു മണി ബില്ല്, ഈ നമ്മളുടെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ള വിശദീകരണം എന്ന് പറഞ്ഞാൽ അതിനെ ബില്ലെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ബില്ല് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മണി ബില്ലും ഒന്ന് നോർമലായിട്ടുള്ള ഈ ബില്ല്. അതായത് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന, അല്ലെങ്കിൽ ഒരു നിയമം, പുതിയതായിട്ടുള്ളൊരു നിയമം ഉണ്ടാക്കി അത് ലോക്സഭയിൽ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ രാജ്യസഭയിൽ അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളും ചർച്ച ചെയ്യുക. അപ്പോൾ അതിനെ ഒരു ബില്ലെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ മണി ബില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സാമ്പത്തികമായിട്ടുള്ള ബില്ലുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത 112, ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു രാജ്യം സംസ്ഥാനത്താണെങ്കിലും അടുത്ത ഒരു വർഷത്തേക്ക് നമ്മളുടെ വരുമാനവും അതുപോലെ എല്ലാം വെച്ചിട്ട് ഏതൊക്കെ നിർമ്മാണ മേഖലയിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾക്ക് എത്ര രൂപ ചിലവഴിക്കുന്നു എന്ന് രാജ്യത്തിൻ്റെ ഒരു GDPയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് അത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആ ബഡ്ജറ്റ് സെഷൻ അതെങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ആർട്ടിക്കിൾ 112 പറഞ്ഞിട്ടുള്ളത്. അടുത്ത 123, പ്രസിഡൻസ് പവർ ടു പ്രൊമുൾഗേറ്റ് ഓർഡിനൻസ് വൈൽ പാർലമെൻറ്റ് ഇൻ റെസീസ്. അപ്പം നമ്മൾ ഇതിനകത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ബില്ലുകളും എല്ലാ കാര്യങ്ങളും ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കും. അവിടെ നിന്ന് പാസ്സായതിന് ശേഷം രാജ്യസഭയിൽ പോകും. രാജ്യസഭയിൽ പോയതിന് ശേഷം അവിടെ പാസ്സായി പിന്നീടാണ് പ്രസിഡൻറ്റിൻ്റെ സൈനായിട്ട് അത് ഒരു നിയമമായി മാറുന്നത്. അപ്പം ചില സമയങ്ങളിൽ പാർലമെൻറ്റ് എല്ലാ ദിവസങ്ങളിലും സമ്മേളിക്കാറില്ല. അതിന് പ്രത്യേക സെഷൻസ് ഉണ്ട്, ആ സമയങ്ങളിലാണ് സമ്മേളിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അടിയന്തര പ്രാധാന്യമുള്ള ഒരു ബില്ല് പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം,
അല്ലെങ്കിൽ ഉടനെ ഒരു ഓർഡർ അതിന് വേണം, വേണമെങ്കിൽ അതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ആ ഓർഡിനൻസ് നമ്മളുടെ രാജ്യത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതാണ് പാർലമെൻറ്റിൽ ആ ഓർഡിനൻസ് കൊണ്ടുവരണമെങ്കിൽ അത് പ്രസിഡൻ്റാണ്. ഇനി നമ്മളുടെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ നിയമസഭയിൽ അത് ഗവർണറാണ് ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ബില്ലാണ്, പക്ഷേ അത് ടെമ്പററിയാണ്. അപ്പോൾ ആ ഒരു ബില്ലിന് 6 മാസം, ആ ഒരു ഓർഡിനൻസിന് 6 മാസ കാലാവധിയാണുള്ളത്. ഇപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ അത് പാർലമെൻറ്റിൽ ആ ഒരു കാര്യം ചർച്ച ചെയ്ത് അത് പാസ്സാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. 6 മാസം അതിനുശേഷം 7 ആഴ്ച എന്നുള്ളതാണ്. 6 മാസം പ്ലസ് 6 മന്ത് പ്ലസ് 7 വീക്ക് എന്നുള്ള രീതിയിലാണ്, ആ രീതിയിലാണ് അതിൻ്റെ പോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രസിഡൻറ്റിൻ്റെ പവറിനെയാണ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പാർലമെൻറ്റിൽ സമ്മേളിക്കാത്ത സമയത്ത് പ്രസിഡൻറ്റിന് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 123. അടുത്ത ആർട്ടിക്കിൾ 127 അപ്പോയിൻമെൻറ്റ് ഓഫ് അഡോക് ജഡ്ജസ് ഇൻ ദ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ജഡ്ജസിൻ്റെ അഭാവം വരികയാണെങ്കിൽ മറ്റേതെങ്കിലും കോർട്ടുകളിൽ നിന്ന് ആ ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു സെഷൻസ് അതിൻ്റെ ഒരു വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി ടെമ്പററി ആയിട്ട് വന്ന് അത് വാദം കേൾക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതിൽ പരാമർശിക്കുന്നത്. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ ബെഞ്ചിൽ അവർ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തെക്കുറിച്ച്, ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ 4 പേരാണ് ഉള്ളതെങ്കിൽ അതിലൊരാൾ റിട്ടയർമെൻറ്റായി അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ട്, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു കോർട്ടിൽ നിന്ന്, അത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയിലുള്ളതാണ്, അതിൽ നിന്ന് ഒരു ജഡ്ജിനെ തൽക്കാലം ആ 4ാമത്തെ ആ ഒരു സ്ഥാനം ഫില്ല് ചെയ്യാനെ കൊണ്ട് ടെമ്പററി ആയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള ആണ് അഡോക് എന്ത് പറയുന്നത് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ആർട്ടിക്കിൾ 139 സുപ്രീം കോർട്ട്സ് പവർ ടു ഇഷ്യൂ സർട്ടൺ റിട്ട്സ്. ചില റിട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന്, റിട്ട് എന്ന് പറഞ്ഞാൽ ഹർജികൾ, അത് റെമഡീസ് ഇഷ്യൂ ചെയ്യുന്നതിന് സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയാണ്. അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 139. അടുത്തത് പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ 141 സുപ്രീം കോർട്ട്സ് ലോ ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ്. അതായത് നമുക്കറിയാം ഈ കോർട്ടുകൾ, നമ്മുടെ അപ്പെക്സ് കോർട്ട് ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി, ഏറ്റവും പരമോന്നത നീതിപീഠം സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിന് ശേഷം പിന്നീട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ ഹൈക്കോടതികളുണ്ട്. അതിനുശേഷം പിന്നെ ഓരോ ജില്ലാ കോടതികളുണ്ട്. ഈ ജില്ലാ കോടതികൾക്ക് ശേഷം പിന്നീട് അതിനെ പല രീതിയിലുള്ള ക്രിമിനൽ കോടതികളെ, സിവിൽ കോർട്ട്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം ആ എല്ലാ കോടതികളെയും നിയന്ത്രിക്കുന്നതാരായിരിക്കും? സുപ്രീം കോർട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 141. അടുത്തത് ആർട്ടിക്കിൾ 148 to 149 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് നമ്മളുടെ പൊതു സ്വത്ത്, അതായത് നമ്മളുടെ ഇൻകം, നമ്മളുടെ ഈ പറഞ്ഞ ഫിനാൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു അതോറിറ്റിയാണ്. അതിൻ്റെ ചീഫാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മൾ നേരത്തെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച്, ലോ ഓഫീസറെ കുറിച്ച് പഠിച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓഡിറ്റ് ഓഫീസറാണ്, ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു വകുപ്പാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അടുത്തത് 155 അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ. ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രീതികളും അതിൻ്റെ വശങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അടുത്ത 161 പവർ ഓഫ് ഗവർണേഴ്സ് ടു ഗ്രാൻറ്റ് പാർഡൺ എക്സെട്ര. നമ്മൾ നേരത്തെ പ്രസിഡൻറ്റിൻ്റെ പവറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സംസ്ഥാനത്ത് പിന്നെ ഗവർണറാണ്, ഗവർണറിൻ്റെ പവറാണ് പാർഡൺ അനുവദിക്കുക. പാർഡൺ എന്ന് പറഞ്ഞാൽ ദയ, അല്ലെങ്കിൽ ഒരാളുടെ ശിക്ഷ കുറച്ച് നൽകാനുള്ള അധികാരം ആരുടെയാണ്? ഗവർണറിൻ്റെയാണ്. അപ്പോൾ ആ ഒരു കാര്യം പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 161. അടുത്ത ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ ഫോർ ദ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ അറ്റോർണി ജനറലിനെ കുറിച്ച് പഠിച്ചിരുന്നു. അത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോ ഓഫീസറാണ് എങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലോ ഓഫീസറാണ് അഡ്വക്കേറ്റ് ജനറൽ അല്ലെ AG എന്ന് പറയും കേട്ടോ, AG.
അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്, എന്തായിരിക്കും ഡ്യൂട്ടിയുള്ള കാര്യങ്ങൾ, അദ്ദേഹം ആ ഒരു വശങ്ങൾ മൊത്തം പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 165. ഈ എല്ലാ പിന്നെ ആർട്ടിക്കിൾസിനും ക്ലോസ് ഉണ്ട്. ക്ലോസ് മീൻസ് അതിൻ്റെ സബ്പാരകളുണ്ടായിരിക്കും, വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച്, കേട്ടോ. അടുത്തത് 167 ഡ്യൂട്ടീസ് ഓഫ് ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററിൻ്റെ അധികാര പരിധികളും ഡ്യൂട്ടികളും എന്തൊക്കെയാണ്? അടുത്ത ആർട്ടിക്കിൾ 224 അപ്പോയിൻമെൻറ്റ് ഓഫ് അഡീഷണൽ ആൻഡ് ആക്ടിംഗ് ജഡ്ജസ് ഇൻ ഹൈക്കോർട്ട്. ഹൈക്കോടതികളെ അഡീഷണലായിട്ടും അല്ലെ ആക്ടിംഗ് ആയിട്ടുള്ള ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ അനുച്ഛേദം. അടുത്തത് ആർട്ടിക്കിൾ 224A അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടയർഡ് ജഡ്ജസ് ഇൻ ഹൈക്കോർട്ട്. ഹൈക്കോടതികളിൽ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിമാരെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം. ഈ ഒരു ആർട്ടിക്കിൾ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. അടുത്തത് ആർട്ടിക്കിൾ 226 പവർ ഓഫ് ഹൈക്കോർട്ട്സ് ടു ഇഷ്യൂ റിട്ട്സ്. നമ്മൾ ഏതെങ്കിലും ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പിന്നെ പരിഹരിക്കപ്പെടാത്ത കേസുകളുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ, ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കും. അത് ഹൈക്കോടതിനെ, കേട്ടോ, ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഹൈക്കോടതി അതിന് റിട്ടുകൾ അയക്കും. അത് ആ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അധികാര പരിധിയാണ്, അല്ലെങ്കിൽ ആ റിട്ട് അയക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 226. അടുത്തത് ആർട്ടിക്കിൾ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ച്. ഫിനാൻസ് കമ്മീഷൻ്റെ നിയമനത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ളത്. അടുത്തത് ഒരെണ്ണമാണ് ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസ് നമുക്കറിയാം, IPS, IAS, IFS ഇങ്ങനെയുള്ള എല്ലാ സിവിൽ സർവീസ് പോലുള്ള എല്ലാ ജോലികളെക്കുറിച്ചും പരാമർശിക്കുന്നതാണ്. അടുത്തത് 324 ഇലക്ഷൻ കമ്മീഷൻ. നിർവാചൻ സദൻ എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. അടുത്ത 335 SC ആൻഡ് ST ക്ലെയിം ടു സർവീസ് ആൻഡ് പോസ്റ്റ്. അപ്പോൾ SC ST യിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബിലുള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകളെ ഈ സർവീസസിലേക്ക് കൊണ്ടുവരികയും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് 335. അടുത്ത 334 ഒഫീഷ്യൽ ലാംഗ്വേജസ്, അതായത് നമ്മളുടെ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം. അതിൽ നമുക്കറിയാം ഇപ്പോൾ 22 എണ്ണമാണ് നിലവിൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തത് 352 ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി. നമുക്കറിയാം ഈ എമർജൻസിയുടെ കാര്യം നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. എമർജൻസി 2-3 തരത്തിലുള്ളതാണ്. അത് പ്രസിഡൻറ്റിൻ്റെ പവറിൽ വരുന്നതാണ്. നമ്മളുടെ സിസ്റ്റം അല്ലെ നമ്മളുടെ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ക്വാസി ഫെഡറലാണ്, അതായത് ഭരണ സംവിധാനത്തിനായി പല സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. എന്നാൽ എമർജൻസി വരുമ്പോൾ എന്തായിരിക്കും, അത് ഈ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെടും. അത് മൊത്തത്തിൽ പ്രസിഡൻസ് റൂളിൽ വരും. അതാണ് ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. അടുത്ത എന്താണ് ആർട്ടിക്കിൾ 356 പ്രസിഡൻസ് റൂൾ ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി ഇൻ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്ത് എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അനുസരിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ആ ഗവൺമെൻറ്റിനെ എന്താണ് അവരുടെ അധികാര പരിധികൾ വിച്ഛേദിച്ചുകൊണ്ട് പ്രസിഡൻ്റ് എന്ത് ചെയ്യും, ആ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും. അതാണ് പ്രസിഡൻസ് റൂൾ. രാഷ്ട്രപതി ഭരണം എന്നൊക്കെ കേട്ടിട്ടില്ല, കേരളത്തിൽ ഒരു തവണ വന്നതാണ് പ്രസിഡൻസ് റൂൾ. അപ്പോൾ ആർട്ടിക്കിൾ 356. അപ്പോൾ അങ്ങനെ ഉള്ള അതിൽ ഏതൊക്കെ വശങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പരാമർശിക്കുന്നതാണ്. അടുത്ത ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. സാമ്പത്തിക മാന്ദ്യം വരികയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം. ഇത് പ്രസിഡൻ്റിൻ്റെ ഒരു അധികാരമാണ്. അപ്പോൾ ആ ഒരു അധികാരം എപ്പോൾ വിനിയോഗിക്കണം, എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 368 പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാർലമെൻറ്റിനെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള, അതായത് ഇതിന് ഭേദഗതി വരുത്താനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള പവർ, അത് ഈ ഒരു ആർട്ടിക്കിൾ മുഖേനയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം ഒരു പാർലമെൻറ്റിന്, ഇന്ത്യൻ പാർലമെൻറ്റിന് ഈ ആർട്ടിക്കിളെ ഭേദഗതി ചെയ്യാൻ പറ്റും കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം. ഓക്കെ, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 368. അടുത്തത് 370 പ്രധാനപ്പെട്ടാണ്. ഇതിലിപ്പോൾ കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ടെമ്പററി പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ
സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന് ടെമ്പററി ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോയി അവിടെ താമസിക്കാൻ സാധിക്കത്തില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, അല്ലെ ഇപ്പോൾ നിലവിൽ കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിലും ഇവിടെ എല്ലാ ആളുകൾക്കും അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ല. കാര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നാട്ടുരാജ്യ സംയോജനം, അല്ലെ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് സംയോജിപ്പിക്കുന്ന സമയത്ത് ചില വ്യവസ്ഥകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു പ്രൊവിഷൻസ് മാറണമെങ്കിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. പക്ഷെങ്കിൽ അത് ഇതുവരെയും മാറിയിട്ടില്ല. കാര്യം എന്താണ്, അവിടെ ഒരു സിറ്റിസൺഷിപ്പ് താമസിക്കുന്ന ഒരു സാഹചര്യം വരണമെങ്കിൽ, അല്ലെ ഒരാൾക്ക് മറ്റൊരാൾക്ക് അവിടെ പോയി സെറ്റിൽ ആണെങ്കിൽ എന്താണ് വ്യവസ്ഥ, 15 കൊല്ലം അവിടെ താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജമ്മു കാശ്മീരിൻ്റെ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 370. അടുത്ത എന്താണ് 392, പവർ ഓഫ് ദ പ്രസിഡൻറ്റ് ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലുള്ള ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ഭരണഘടനയല്ല, നിയമങ്ങളുണ്ടായിരുന്നു. അതെന്തായിരുന്നു? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു. അപ്പം പല കാര്യങ്ങൾ ഈ ഒരു നിലവിലെ ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങളും പഴയ കാര്യങ്ങൾ 1935 ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് പുതിയ ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനെ കൊണ്ട് സാധിക്കും. അതിനുള്ള പവർ ആർക്കാണ്? പ്രസിഡൻ്റാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ആർട്ടിക്കിൾ 392. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതാണ്ട് 61 ആർട്ടിക്കിൾസ് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മിക്കവാറും ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിൽ ചോദിക്കുന്നത് നമ്മൾ പഠിച്ചു നോക്കി. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുകയും മനസ്സിലാക്കി പഠിക്കുകയും വേണം ചെയ്യാനൊക്കെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.